നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആഹാ പ്രമാദോ പ്രമാദോ. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും സന്തോഷമുള്ള ഒരു വാർത്ത ഞാൻ കേട്ടിട്ടില്ല. താങ്ക് യു ചൊക്കലിംഗോ, താങ്ക് യു. റുക്കു റുക്കു റുക്കു, അലമേലു മോളെ, അലമേലു. എന്താ അയ്യാ? ആ നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ വിശ്വനാഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്യാൻ മാത്രമല്ല, ഒരാഴ്ചത്തേക്ക് റിമാൻഡും ചെയ്തു. എന്തിന്? കൊലപാതക ശ്രമത്തിന്. അവന്റെ അനുജൻ അജയ് ഘോഷിന്റെ ഭാര്യയെ കൊല്ലാൻ നോക്കിയതിന്. കൊല്ലാൻ നോക്കിയോ? ആ പെണ്ണുങ്ങളുടെ കയ്യിലാണ് സ്വത്തുക്കൾ എന്നാണല്ലോ അവര് പറയുന്നത്. അപ്പൊ അവരെ ഓരോരുത്തരായിട്ട് കൊല്ലാൻ അവൻ പ്ലാൻ ഇട്ടിരിക്കുകയാന്ന്. പക്ഷെ ആദ്യ ശ്രമം തന്നെ പരാജയപ്പെട്ടു. പാവം, പഴയതുപോലെ അവന്റെ കൈ നേരെ നിൽക്കുന്നുണ്ടാവില്ല. അടിതെറ്റിയ അണ്ണാനും വീഴാതെ പറ്റില്ലല്ലോ. ഞാനേതായാലും അവനെ ഒന്ന് കണ്ടിട്ട് വരാം. ഒരുപാട് നാളത്തെ ആഗ്രഹമാ അഴിക്കുള്ളിൽ അവനെ ഒന്ന് കാണണമെന്ന്. വേണ്ട അയ്യാ, അയ്യോ പോണ്ട. പോണം റുക്കു, എനിക്ക് അവനെ ആ അവസ്ഥയില് ഒന്ന് കണ്ടേ പറ്റൂ. പാണ്ഡിതുരേ. എന്തിനാ? അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കാനാണോ? ആര്? ഞാനോ? നീ എന്താ റുക്കു ഈ പറയുന്നേ? ഞാൻ അങ്ങനെ ഒരു പ്രശ്നക്കാരനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇതൊക്കെ ഒരു രസമല്ലേ? കൂട്ടിൽ കിടക്കുന്ന ചെന്നായെ പോയി കാണുക, കൊറവന്റെ കയറിൽ തൂങ്ങിയ കൊരങ്ങനെ കോക്കറി കാണിക്കുക. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിരവധി കലാപരിപാടികളുണ്ട്. ചുമ്മാ ഒരു ത്രില്ല്. ഞാനൊന്ന് പോയിട്ട് വേഗം വരാം. പണ്ഡിതരെ. എന്താ പരിപാടി? നമുക്ക് ഒരു വഴി വരെ പോകാനുണ്ട്. നീ വണ്ടി എടുക്ക്. ഗണേശ, ഒരു കാര്യം ചെയ്യ, നീ കൂടി വാ. നോക്കിക്കാതെ വന്ന് വണ്ടി എടുക്കടാ. വാ. ചില സമയത്ത് കുട്ടികളുടെ വാശി അയ്യാന് ആര് പറഞ്ഞാലും കേക്കില്ല. മോളെ, സങ്കടായോ നിനക്ക്? എന്തിന്? അല്ല, വിശ്വനാഥനെ ആ അവസ്ഥയിൽ അവിടെ പോയി കാണുന്നുണ്ട്. അതിന് അയാളെന്റെ ആരാ? ഹലോ, ഐ ജി സാറല്ലേ? ഞാൻ ചെട്ടിയാരാ, രഘുരാമൻ ചെട്ടിയാർ. ഓ, എന്ത് പറയാനാ സാറേ, അങ്ങനെയൊക്കെ പോകുന്നു. സാറിന് സുഖമല്ലേ? പിന്നെ അതൊക്കെ മറക്കാൻ പറ്റുമോ? ഒന്ന് പോകും സാറേ, മനുഷ്യനെ വെറുതെ ചിരിപ്പിക്കാതെ. സാറേ, ഞാനിപ്പോ വിളിച്ചതേ, എനിക്ക് ഒരാളെ സബ് ജയിലിൽ കാണാൻ പെർമിഷൻ വേണം. എന്റെ ഒരു ഫ്രണ്ടാ. ഒന്നുമില്ല സാറേ, ഒരു ചെറിയ വധശ്രമം. ഇല്ലില്ല, ഒരാഴ്ചത്തേക്ക് റിമാൻഡ്.
പേര് വിശ്വനാഥൻ. മാണിക്യമംഗലത്ത് വിശ്വനാഥൻ. പോതും ഒരു 5 മിനിറ്റ് അത് തന്നെ ധാരാളം. ഓ ശരി സാർ, ரொம்ப താങ്ക്സ്. ആ കാണാം സാർ. ഓ ഞാൻ അപ്പുറമേ പേസിക്കലാം. ആ പാണ്ഡിതരേ, അയ്യാ. വണ്ടി നേരെ സബ് ജയിലിലേക്ക് പോട്ടെ. ശരി. பண்டிதரே, ஆ, நீங்க எங்கே வெயிட் பண்ணுங்க, நான் உள்ள போயிட்டு வரேன். சரி. ഇയാൾ എന്തൊരു മനുഷ്യനാ. ഇപ്പൊ ശവത്തി കുത്താൻ പോകേണ്ട വല്ല കാര്യമുണ്ടോ? ഏതായാലും വിശ്വനാഥ മുതലാളി ജയിലിലായി. അയാളെ വഴിക്ക് വിട്ടാ പോരെ. അവിടെ ചെന്ന് അയാളെ കണ്ട് ആസ്വദിക്കണം എന്ന് പറയുന്നത് ഒരുമാതിരി ക്രൂരതല്ലേ? കഷ്ടം തന്നെ. അതിനെ വിശ്വനാളിയും പെരൂരെ കാണാൻ സമ്മതിക്കുന്നത് എന്തെത്ര ഉറപ്പ്? എടേ, അതിനവിടെ ആരുടെ സമ്മതമാണ് വേണ്ടത്? ജയിലല്ലേ? നമ്മുടെ സമ്മതം വാങ്ങിയിട്ടാണോ എന്തെങ്കിലും ചെയ്യുന്നത്? കാണണമെന്ന് പറഞ്ഞാൽ കാണണം. സുഖമല്ലടാ വിശ്വനാഥ? കണ്ടാസ്വദിക്കാൻ ഇറങ്ങിയതായിരിക്കും അല്ലേ? ഒരിക്കലുമല്ല. കാരണം നീ കണ്ടതിനേക്കാൾ കൂടുതൽ ജയിലും ജയിൽ പുള്ളികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതേപോലെ സന്ദർശകനെ വന്നിട്ടല്ല, ശിക്ഷിക്കപ്പെട്ട് അകത്ത് കിടന്നു. അതൊക്കെ ഒരു കാലം. ആ കാലം കഴിഞ്ഞു എന്ന് തോന്നിയപ്പോ ഒക്കെ വെച്ച് അവസാനിപ്പിച്ചു. നീയും അവസാനിപ്പിക്കണം. എല്ലാത്തിനും ഒരു കാലമുണ്ട് വിശ്വനാഥ. ആ കാലത്തിന് മുമ്പില് ഏത് കൊലകൊമ്പനും പ്രണമിച്ചേ മതിയാവും. അതല്ലേ കാലത്തിന്റെ കാവ്യനീതി. ഇത് പറയാനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അല്ല, മറ്റൊരു കാര്യം പറയാനാ. നിന്നെ ഞാൻ പുറത്തിറക്കാന്ന് പറയാൻ. നീ ഞെട്ടണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നിന്റെ റിമാൻഡ് കാലാവധി തീരും മുമ്പേ സ്പെഷ്യൽ പെർമിഷനോടെ നിന്നെ കോടതിയിൽ ഹാജരാക്കി ഞാൻ നിനക്ക് ജാമ്യം വാങ്ങിത്തരും. പകരം എന്റെ പഴയ ഒരു ആവശ്യം നീ സാധിച്ചു തരണം. ആ പഴയ കഥകളൊക്കെ നീ അലമേലവനോട് പറയണം.